ഫിസിക്സ് ഇതുവരെ ഡെയിലി നല്ലോണം പഠിച്ചവരും അല്ലെങ്കിൽ കുറച്ച് ഒഴപ്പിയൊക്കെ പോയവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ലാസ്റ്റ് മൊമെന്റിൽ. ഇപ്പോൾ അറിയെങ്കിലും നമ്മൾ ചെയ്തു പോകുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ ഇത്ര EMI AC ഈ ഒരു ചാപ്റ്റേഴ്സിലൊക്കെ ഒരു സെറ്റ് ഓഫ് പാറ്റേണിൽ മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. പൊതുവെ കൂടുതലും സെയിം പാറ്റേണിലാണ് ചോദിക്കുക. അതായത് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ജസ്റ്റ് വാല്യൂസ് ഒക്കെ മാറ്റി. അപ്പോൾ ഇനി അങ്ങോട്ട് ഓരോ ചാപ്റ്ററും ഇങ്ങനെ മാസ്റ്റർ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കേണ്ട ടൈമിന് കഴിഞ്ഞ് അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാം പിന്നെ ഒരു സമാധാനം കിട്ടില്ല ഇത് മാത്രം ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി എല്ലാവരും ചെയ്യുമ്പോൾ അപ്പോൾ ഇനി 45 days കൂടി ഉണ്ട്. അപ്പോൾ ആ ടൈം തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് ഇനിയും നീറ്റിൽ നല്ല സ്കോർ വാങ്ങാൻ. ഹായ്, എൻ്റെ പേര് ഫാദിബിൻ കരീം. ഞാനിപ്പോൾ കഴിഞ്ഞ കൊല്ലം റേസിലെ എയിംസ് ബാച്ച് റിപ്പീറ്റർ ആയിരുന്നു. അപ്പോൾ ഇപ്പം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ ആണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നീറ്റിന് 45 days കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഫൈനൽ ഫേസ് പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഒരു ടഫ് ടോപ്പിക് ഇപ്പം ഈ ടൈമിൽ ഫീൽ ചെയ്യാൻ ചാൻസ് ഉള്ളത് ഫിസിക്സ് ആണ്. ഇപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടാവും, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പല ഫോർമാറ്റിലുള്ള. അപ്പം എല്ലാം കൂടി ചെയ്യാൻ ഈ ഒരു ടൈമിൽ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം കൂടി കവർ ചെയ്യാൻ ഇതുവരെ കുറേ ചെയ്തിട്ടുണ്ടാവും, കാരണം അത്രയും ടൈം എടുത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എല്ലാം ഇപ്പോൾ ഒന്നുകൂടിയും മറന്ന ഒരു സ്റ്റേറ്റിലേക്ക് ഉണ്ടാവുക, എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയാത്ത. അപ്പോൾ ഫൈനലായിട്ട് ഒന്നുകൂടി ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാന്നുള്ളതാണ് ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ അധികം ടൈം എടുത്ത് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തന്നെ അറിയുന്ന സംഭവങ്ങളായിരിക്കും കുറേ കാര്യങ്ങൾ എങ്ങനെ നോക്കണം എന്നുള്ളതൊക്കെ. പക്ഷേ ചില മറന്നു പോകുന്നൊരു പോയിന്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ EMIയും ആൾട്ടർനേറ്റിംഗ് കറൻറ്റൊക്കെ പോലുള്ള ചാപ്റ്റേഴ്സിൽ കുറേ നേരം തിയറിയൊക്കെ വായിച്ച് ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് തന്നെ ഇപ്പം തന്നെ അത്യാവശ്യം തിയറി നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മറന്നുപോയ തിയറീസ് ഉണ്ടാവും, ചില പോർഷൻസ്, ഇക്വേഷൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ആ ഇക്വേഷൻസും കൺസെപ്റ്റും ഒക്കെ പഠിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലേക്ക് നല്ലോണം അങ്ങോട്ട് ആയത്തിൽ പതിച്ച് കയറുള്ളൂ. ഇപ്പോൾ ഫിസിക്സിൽ എല്ലാവരും പൊതുവെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്യാറ്. പക്ഷേ എന്നാലും ബയോളജി ഒക്കെ പഠിച്ച ആ ഒരു ശീലത്തിൽ നമ്മൾ ഒന്നുകൂടിയും തിയറി ഫസ്റ്റ് മുതലേ കൺസെപ്റ്റൊക്കെ കുറച്ചുകൂടി ഒന്ന് വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ അധികം ടൈമില്ലല്ലോ. അപ്പോൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് തന്നെ ഫോക്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ എടുക്കുക. ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റ്സ് ഉണ്ടാവും. റേസിലൊക്കെ ഇവിടെ തരുന്ന സെറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ചെയ്യാൻ തുടങ്ങുക, സോൾവ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇതൊക്കെ പൊതുവേ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ അറിയെങ്കിലും നമ്മൾ ചെയ്തു പോകുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് കിട്ടാണ്ട് നിൽക്കുമ്പോൾ വീണ്ടും നമ്മൾ ഫസ്റ്റ് തൊട്ട് തന്നെ വീണ്ടും വായിക്കാൻ തുടങ്ങും. കൺസെപ്റ്റൊക്കെ ഫിസിക്സിലൊക്കെ ചെയ്യുമ്പോൾ കുറേ ടൈം വേസ്റ്റ് ആവും. ഇപ്പോൾ തന്നെ ഞാൻ റേസ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറേ ബുക്സ് ഉണ്ട്, ഇങ്ങനെ വർക്ക് ബുക്സ് ഉണ്ട്, മെൻ്റർ ബുക്സ്, പിന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള അതിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ ചെയ്യും. പിന്നെ ഒരു സമാധാനം കിട്ടില്ല ഇത് മാത്രം ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി എല്ലാവരും ചെയ്യുമ്പോൾ വലിയ വലിയ ബുക്കുകളൊക്കെ എടുക്കാൻ തുടങ്ങും. അപ്പോൾ അതന്നെ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് കുറേ ഡിഫിക്കൽട്ട് JEE ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചെയ്യാൻ തോന്നും. ആ ഒരു ടൈമിൽ ഇതൊക്കെ ചോദിച്ചാലോ, അങ്ങനെ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചാലോ ഇനിയും ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു ചാപ്റ്ററിൽ അഡ്വാൻസ് ആയിട്ട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുക. അതൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് നല്ലോണം പഠിക്കാൻ തോന്നുന്ന ഒരു ടൈമാണല്ലോ. വേറൊരു പരിപാടിക്കും പോവാതെ ഫുൾ പഠനമായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സ് വരുത്തും. കാരണം നമ്മൾ ഇതുവരെ പഠിക്കാത്ത തികച്ചും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഫസ്റ്റ് തൊട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ വലിയ മിസ്റ്റേക്ക് ആയിപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസും നല്ലോണം പഠിച്ച ചാപ്റ്ററത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുക. അപ്പോൾ ഞാൻ റേസിൽ നിന്ന് ഒരു വർക്ക് ബുക്കാണ് ഞങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഒരു ചാപ്റ്റർ വൈസ് എടുത്തിട്ട് ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അത് മാത്രം ചെയ്ത് പിന്നെ അതേപോലെ അന്നത്തെ വർക്ക്ഷീറ്റ് തീർക്കും. ഓരോ ദിവസത്തേക്ക് ഓരോ വർക്ക്ഷീറ്റ് ഉണ്ടാവുക. അപ്പോൾ അത് തീർത്തിട്ട് പിന്നെ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു മോഡലിലാണ് അത് വരുന്നത്. ഇപ്പം സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പ്രീവിയസ് ഇയർ മോഡലിൽ നമുക്ക് തരുന്ന വർക്ക്ഷീറ്റിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു ഡുവൽ നേച്ചറിലൊക്കെ അല്ലേ, ഡുവൽ നേച്ചർ EMI AC ഈ ഒരു ചാപ്റ്റേഴ്സിലൊക്കെ ഒരു സെറ്റ് ഓഫ് പാറ്റേണിൽ മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. പൊതുവെ കൂടുതലും സെയിം പാറ്റേണിലാണ് ചോദിക്കുക. അതായത് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ജസ്റ്റ് വാല്യൂസ് ഒക്കെ മാറ്റിയിട്ട് അങ്ങനെ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതൊരു വർക്ക്ഷീറ്റിൽ നല്ലോണം ഉണ്ടെങ്കിൽ ഒരു 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പിന്നെ അതിൻ്റെ സബ് ടൈപ്സ് ആയിട്ട് ഓരോ സെക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ അയച്ച ടൈപ്പ് തന്നെ വീണ്ടും ചെയ്യണമെങ്കിൽ അതിൽ തന്നെ ആ സെക്ഷനിൽ തന്നെ ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ സെക്ഷൻ മാറ്റിയിട്ട് ആ മോഡൽസ് ഓരോന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ചുകൂടിയും ഇമ്പോർട്ടൻസ് വെയിറ്റേജ് നോക്കിയിട്ട് പഠിക്കുക. ഇപ്പം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് അധികം ആ ഒരു ടൈപ്പ് കുറച്ച് സാധാരണ ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ മാത്രം ചെയ്ത് അത് നിർത്തുക.
അല്ലാണ്ട് ഫുള്ള് ഫസ്റ്റ് തൊട്ട് തിയറി ഒന്നും പഠിക്കണ്ട. പിന്നെ മെയിൻ ചാപ്റ്റേഴ്സ് നല്ല വെയിറ്റേജ് ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പോലുള്ള ചാപ്റ്റേഴ്സ് മാത്രം കുറച്ചുകൂടി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒപ്പം പഠിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് കൺസെപ്റ്റ് പഠിക്കുക, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക. എൻ്റെ പാറ്റേൺ എന്താ വെച്ചാൽ കൂടുതൽ ഞാൻ നൈറ്റിലാണ് പഠിക്കുക. ഇപ്പോൾ രാവിലെ ഉണർന്ന ഉടനെ എനിക്ക് അധികം പഠിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ കൂടുതലും രാത്രി ഫോക്കസ് ചെയ്ത് ഒരു 2 മണി ചിലപ്പോൾ 3 മണി വരെയൊക്കെ പഠിക്കും. പക്ഷേ നിങ്ങൾക്ക് അത് പറ്റിക്കോളൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുവരെ ഫോളോ ചെയ്ത പാറ്റേൺ ഉണ്ടാവില്ല. ചിലർ രാത്രി പഠിക്കുന്ന ടീമായിരിക്കും, പിന്നെ രാവിലെ എണീച്ച് ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന 4 കയറുന്നുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്ത് ആ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ വെച്ച് അത് മാറ്റുന്നത് നല്ലതായിരിക്കില്ല. പിന്നെ ഞാൻ ഫിസിക്സിന്റെ പറയുമ്പോൾ ഫിസിക്സ് രാത്രി ചെയ്യാൻ നല്ല രസമാണ്. ഇപ്പം നമുക്ക് ഉറക്കമൊന്നും അധികം വരില്ല. നമ്മൾ പ്രോബ്ലംസ് ആണല്ലോ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ സോൾവ് ചെയ്ത് പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ആൻസർ കിട്ടിയിട്ട് ഒരു നല്ലൊരു ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും. പക്ഷേ ബയോളജി ഒക്കെ പോലെ ഇങ്ങനെ വായിച്ച് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്കൊരു ഫെഡപ്പ് ആയിട്ട് പെട്ടെന്ന് ഉറക്കം വരും. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫിസിക്സ് നമ്മൾ ടൈം നല്ലോണം ശ്രദ്ധിക്കണം. കൂടുതൽ ആൾക്കാരും ഫസ്റ്റ് ബയോളജി, കെമിസ്ട്രി, പിന്നെ ലാസ്റ്റ് ആയിരിക്കും ഫിസിക്സ് ചെയ്യാം. അപ്പോൾ ഫിസിക്സിൽ പ്രോബ്ലംസ് നമ്മൾ സ്ലോ ആയിട്ട് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാമിന് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റേക്ക് പിന്നെ പ്രത്യേകിച്ച് ടൈമിൻ്റെ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയുന്ന ക്വസ്റ്റ്യൻ പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എപ്പോഴും ആ ടൈമിൻ്റെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം. ഒരു ടൈമറൊക്കെ വെച്ചിട്ട് എക്സാമിൻ്റെ അതേ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെയ്ത് ശീലിക്കുക. അപ്പോൾ തന്നെ ഇത്ര ക്വസ്റ്റ്യൻ ഇത്ര ടൈമിൽ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ചെയ്യാം. പിന്നെ കിട്ടിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വിടാനും അപ്പം തന്നെ ശീലിക്കുക. കാരണം എക്സാമിന് ഫസ്റ്റ് ലുക്കിൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കിട്ടില്ല. പിന്നെ ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നു വരും. അപ്പോൾ അന്നേരം ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ ഫസ്റ്റ് പെട്ടെന്ന് ഓടിച്ചു പോയി, പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ ലാസ്റ്റ് സെക്കൻഡ് റൗണ്ടിൽ ഒന്നുകൂടി തീർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്നേരം നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും. ചിലപ്പോൾ ആ കൺസെപ്റ്റ് വന്ന് നിൽക്കും. നമ്മൾ മറന്നുപോയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വീണ്ടും വരും. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ലെഫ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ നോക്കാം. ഫിസിക്സ് ഇതുവരെ ഡെയിലി നല്ലോണം പഠിച്ചവരും അല്ലെങ്കിൽ കുറച്ച് ഒഴപ്പിയൊക്കെ പോയവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ലാസ്റ്റ് മൊമെന്റിൽ എല്ലാം പെട്ടെന്ന് വീണ്ടും പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മൊമെന്റിൽ അങ്ങനെ നിങ്ങൾ കൂടുതലും ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് കിട്ടാണ്ടായാൽ മാത്രം അത് വായിക്കുക. ചില ചാപ്റ്റേഴ്സിൽ അതിൻ്റെ സൊല്യൂഷൻ മാത്രം പഠിച്ച് പോയാൽ മതിയാവും. ഇപ്പം EMIയിലൊക്കെ അത്രയും ഉണ്ടാവും, സിമ്പിൾ കൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ വെറുതെ കുറേ തിയറി പഠിച്ച് ഇപ്പോൾ ഇതുവരെ അധികം നല്ലോണം സ്റ്റാർട്ട് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം ഫസ്റ്റ് മുതൽ തിയറി തന്നെ നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. നല്ല ക്വസ്റ്റ്യൻസ് എടുക്കുക, നല്ലൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഓരോ മോഡലും സോൾവ് ചെയ്ത് ഇതുവരെ വന്ന നീറ്റിൻ്റെ പ്രീവിയസ് മോഡൽസ് ഒക്കെ നോക്കി അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ചാപ്റ്റേഴ്സിൽ നിന്ന് കൺസെപ്റ്റ് പഠിക്കണം, ഏത് ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യണം. ഇപ്പം ഫ്ലൂയിഡ്സ്, സോളിഡ്സ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അങ്ങനത്തെ ചാപ്റ്റേഴ്സിനൊക്കെ അസേഷൻ ടൈപ്പ് ഒക്കെ വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൺസെപ്റ്റും പഠിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്ന് ഇങ്ങനെ പഠിക്കണം. പിന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കണം. പിന്നെ എല്ലാം മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് അത് എന്നും നമ്മൾ പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇനി അങ്ങോട്ട് ഓരോ ചാപ്റ്ററും ഇങ്ങനെ മാസ്റ്റർ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കേണ്ട ടൈമിന് കഴിഞ്ഞ് അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാം റിവൈസ് ചെയ്യേണ്ട ടൈമാണ്. ഇപ്പോൾ ഇതുവരെ പഠിച്ച സംഭവങ്ങളൊക്കെ എന്തായാലും ഒന്ന് വൈഡായിട്ട് എല്ലാ പോർഷൻസും എന്തായാലും കവർ ചെയ്ത് തീർക്കണം. കാരണം നീറ്റിൽ നിന്ന് ഒരു ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിക്കും. അപ്പോൾ മാക്സിമം കവറേജ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റൂ. ഇപ്പോൾ എല്ലാ ചാപ്റ്ററിനും ടഫ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. ഏതോ ഒരു 2-3 ക്വസ്റ്റ്യൻസ് അത്രക്ക് ടഫായിട്ടുണ്ടാവും. ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വൈഡായിട്ട് പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്ത് പോയാൽ മാത്രമേ അത് നല്ലോണം അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അധികം ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ ഓരോ ചെറിയ കാര്യങ്ങളും സ്ട്രെസ് ചെയ്ത് പഠിച്ചിട്ട് ഇങ്ങനത്തെ മിസ്റ്റേക്ക് എല്ലാവരും കോമൺ ആയിട്ടുണ്ടാകും. കാരണം ലാസ്റ്റ് മൊമെൻ്റ് ആയതുകൊണ്ട് ആ ഒരു സ്ട്രെസ്സിൽ നമുക്ക് എല്ലാം പഠിക്കണം എന്ന് തോന്നും. ഇപ്പോൾ എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം പഠിക്കണം എന്നുള്ള ഒരു ഫീൽ വന്നിട്ട് കുറേ ടൈം വേസ്റ്റ് ആകും. അപ്പോൾ നമ്മൾ മാക്സിമം വൈഡായിട്ട് എല്ലാം റിവൈസ് ചെയ്ത് പോകാം. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇത്രയും ടോപ്പിക്സ് തീർന്നിട്ടുണ്ട്, ഇത്രയും പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട്. എന്നാലേ എക്സാമിന് നമുക്ക് ആ കോൺഫിഡൻസ് വന്നാൽ മാത്രമേ നല്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. പക്ഷെ അറിയെങ്കിലും നമ്മൾ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ് ആണിത്. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ ഞങ്ങളൊക്കെ പറയായിരുന്നു ഇന്ന് ഫുള്ള് പഠിച്ചിട്ടും ഇപ്പം 3 ചാപ്റ്റേഴ്സേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അവൻ പറയും ഞാൻ 2 പഠിച്ചിട്ടുള്ളൂ, അപ്പോൾ ഒന്നും അധികം ഒന്നും പഠിച്ച് തീർന്നിട്ടില്ല, ഇങ്ങോട്ട് ചാപ്റ്റേഴ്സ് ഒന്നും നീങ്ങുന്നില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പ്രത്യേകം ഒന്ന് റിമൈൻഡ് ചെയ്തത്. അപ്പോൾ ഇനി 45 ഡേയ്സ് കൂടി ഉണ്ട്. അപ്പോൾ ആ ടൈമിന് ധാരാളമാണ് നിങ്ങൾക്ക് ഇനിയും നീറ്റിൽ നല്ല സ്കോർ വാങ്ങാൻ. ഏത്
കേരളത്തിലൊക്കെ നല്ല മെഡിക്കൽ കോളേജിൽ എത്താൻ പറ്റട്ടെ. അത്ര നല്ലൊരു സ്കോർ വാങ്ങാൻ ഈ ഒരു 45 ഡേയ്സ് ധാരാളമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിൻ്റെക്കാണെയും എത്രയോ നല്ല മാർക്ക് വാങ്ങാൻ ഈ ഒരു ടൈം നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ വേറൊരു പരിപാടിക്കും പോവാതെ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത് എല്ലാ ടൈമും പഠിക്കുക. നിങ്ങൾ ഏതെങ്കിലും നല്ല കേരളത്തിലോ ഇനി എയിംസോ ജിഗ്മറോ അങ്ങനെ ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താട്ടെ.